നമസ്കാരം. 2025 IPL-ലുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഇപ്പോഴേ തുടങ്ങിയിട്ടുണ്ട്. വമ്പൻ മാറ്റങ്ങളോടെ ടീമുകൾ എത്തുമ്പോൾ ആവേശവും അതിനൊപ്പം കൂടും. ടീമിൽ ആരെയൊക്കെ വേണം, ആരെയൊക്കെ കളയണം എന്ന് ചൊല്ലിയുള്ള ചർച്ചകളും ഇതിനോടകം തന്നെ ആരംഭിച്ചിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട ടീമുകളുടെ കോച്ചുകളും അതുപോലെ തന്നെ ഉപദേഷ്ടാക്കളും സപ്പോർട്ടിംഗ് സ്റ്റാഫും എല്ലാം ഇപ്പോഴേ പണികൾ അവർ കൃത്യമായി വേഗതയിലാക്കിയിട്ടുണ്ട്. പല ടീമുകളും പുതിയ ക്യാപ്റ്റനായി ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഗംഭീരമായി തന്നെ ഇത് മുന്നോട്ട് പോവുകയാണ്. MS ധോണി ഇനിയൊരു സീസണിൽ കൂടി CSKയ്ക്കൊപ്പം കളിക്കില്ല എന്നാണ് ഏറ്റവും പുതിയതായി വന്ന റിപ്പോർട്ട്. കാലിൻ്റെ പരിക്ക് ഇപ്പോൾ അദ്ദേഹത്തെ കാര്യമായി തന്നെയാണ് ബാധിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ധോണി ഒരുപക്ഷെ വരുന്ന സീസണിൽ ചെന്നൈയുടെയോ അല്ലെങ്കിൽ രാജസ്ഥാൻ്റെയോ ഉപദേഷ്ടാവായി കരിയർ ആരംഭിക്കുമെന്നാണ് വിവരങ്ങൾ ലഭിക്കുന്നത്. ധോണിക്ക് പകരക്കാരനായി ഋഷഭ് പന്തിനെ സ്വന്തമാക്കാൻ CSK ചർച്ച ആരംഭിച്ചു കഴിഞ്ഞു എന്നും റിപ്പോർട്ടുകളിൽ പറയുന്നുണ്ട്. ഡൽഹിയുടെ പരിശീലക സ്ഥാനത്ത് നിന്ന് റിക്കി പോണ്ടിംഗ് പടിയിറങ്ങിയതോടെ ടീം വിടാൻ ഋഷഭിനും താല്പര്യമുണ്ട് എന്നാണ് ലഭിക്കുന്ന വിവരം. ധോണിക്ക് പകരക്കാരനാകാനുള്ള അവസരം ഋഷഭ് പന്ത് വിട്ടുകളയാൻ സാധ്യതയില്ല. ഇപ്പോഴത്തെ ഋഷഭ് പന്ത് ടീം വിട്ടാൽ നായകനായും വിക്കറ്റ് കീപ്പറായും സഞ്ജു സാംസനെ കൊണ്ടുവരാൻ ഡൽഹി ശ്രമിക്കുന്നുണ്ട് എന്നാണ് ടീമുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ലഭിക്കുന്നത്. രാജസ്ഥാൻ റോയൽസിനൊപ്പം സഞ്ജു മികച്ച പ്രകടനമാണ് നടത്തുന്നത്. എന്നാൽ ഋഷഭ് പന്ത് ടീം വിട്ടാൽ ഡൽഹിക്ക് ഉയർത്തിക്കാട്ടാൻ സൂപ്പർ താരങ്ങളില്ലാതെ പോകും. ഈ സാഹചര്യത്തിൽ പുതിയ നായകനായും സൂപ്പർ താരമായും അതുപോലെ തന്നെ വിക്കറ്റ് കീപ്പറായും സഞ്ജുവിനെ കൊണ്ടുവരാനാണ് ഡൽഹി ലക്ഷ്യമിടുന്നത് എന്നാണ് സൂചന. സഞ്ജുവിനെ എടുത്താൽ 3 ഗുണങ്ങൾ. ഒന്ന്, നായക മികവ് തെളിയിച്ചതാണ് രാജസ്ഥാൻ റോയൽസിലൂടെ. അതുപോലെ തന്നെ നല്ലൊരു ബാറ്ററാണ്. സ്പിന്നർമാരെ തല്ലിച്ചതയ്ക്കുന്ന ഒരു പ്രകൃതമാണ് സഞ്ജു സാംസണുള്ളത്. അതുപോലെ തന്നെ വിക്കറ്റ് കീപ്പർ എന്ന ഒരു സ്ഥാനം, വിക്കറ്റ് കീപ്പർ, ബാറ്റർ, ക്യാപ്റ്റൻ എന്നുള്ളൊരു നിലയിൽ 3 സാഹചര്യത്തിലും ഒരുപോലെ നേരിടാൻ സഞ്ജുവിന് സാധിക്കും. അതുതന്നെയാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ്. നേരത്തെ രാജസ്ഥാൻ വിടില്ല എന്ന് സഞ്ജു പറഞ്ഞിരുന്നു. എന്നാൽ നിലവിലെ പ്രത്യേക സാഹചര്യത്തിൽ അതുപോലെ തന്നെ ഡൽഹിയുടെ സമ്മർദ്ദത്തിൽ എല്ലാം തന്നെ അദ്ദേഹം ടീം വിടാൻ തയ്യാറാകുമോ എന്നും കണ്ടറിയേണ്ടതുണ്ട്. സാധ്യതകൾ വിരളമാണെങ്കിലും വമ്പൻ ഓഫർ ആയതിനാൽ തന്നെ സഞ്ജു കൂടുമാറ്റത്തിന് വേണ്ടി ശ്രമിക്കും. അതിനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല എന്നും ഈ ഘട്ടത്തിൽ പറയേണ്ടതുണ്ട്. ഡൽഹിക്കായി കളിച്ചാൽ സഞ്ജുവിൻ്റെ അന്താരാഷ്ട്ര കരിയറിനും അത് വല്ലാതെ ഗുണം ചെയ്യും. കാരണം ഡൽഹിക്കാരനായ ഗൗതം ഗംഭീറാണ് നിലവിൽ ഇന്ത്യയുടെ മുഖ്യ പരിശീലകൻ. അതുകൊണ്ട് തന്നെ ഡൽഹി ടീമിലേക്ക് എത്തിയാൽ സഞ്ജുവിന് കൂടുതൽ അവസരങ്ങൾ കരിയറിൽ, അതായത് ഇന്ത്യൻ ജേഴ്സിയിൽ കൂടുതൽ അവസരങ്ങൾ ലഭിക്കുമെന്നും ഈ ഘട്ടത്തിൽ പറയേണ്ടതുണ്ട്. രാജസ്ഥാൻ റോയൽസ് വരുന്ന സീസണിന് ശേഷം ക്യാപ്റ്റനെ മാറ്റാനുള്ള സാധ്യതകളുണ്ട് എന്നാണ് പറഞ്ഞു വരുന്നത്. അതുകൊണ്ട് തന്നെ സ്വരം നന്നായിരിക്കുമ്പോൾ തന്നെ പാട്ട് നിർത്തുക, അതായിരിക്കും ഒരുപക്ഷെ സഞ്ജു സാംസൺ തീരുമാനിക്കുക. ടീമിൻ്റെ ഭാഗത്തു നിന്നൊരു പ്രഷർ ഉണ്ടാകുന്നതിന് മുൻപ് തന്നെ സഞ്ജു ഈ ഒരു തീരുമാനത്തിലേക്ക് എത്താൻ സാധ്യതകൾ വളരെ അധികമാണ്. ജോഷ് ബട്ട്ലറെ നായകസ്ഥാനത്തേക്ക് എത്തിക്കാൻ രാജസ്ഥാന് താല്പര്യമുണ്ട് എന്നും വിവരമുണ്ട്. എന്നാൽ സഞ്ജുവിൻ്റെ ആരാധക പിന്തുണയാണ് ഈ തീരുമാനമെടുക്കാൻ രാജസ്ഥാന് വിലങ്ങ് തടിയായി നിൽക്കുന്നത്. സഞ്ജുവിന് നേരത്തെ തന്നെ വലിയ ഓഫറുകൾ ലഭിച്ചിട്ടുണ്ട് എന്ന് അദ്ദേഹം തന്നെ തുറന്നു പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ആദ്യമായി അവസരം തന്ന ടീം എന്ന നിലയിൽ രാജസ്ഥാനിനൊപ്പം വലിയ നേട്ടങ്ങൾ സ്വന്തമാക്കാനാണ് ആഗ്രഹമെന്നാണ് സഞ്ജു പലപ്പോഴും പറയാറുള്ളത്. പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ സഞ്ജുവിൻ്റെ കൂടുമാറ്റ സാധ്യതകൾ ഒട്ടും തന്നെ തള്ളിക്കളയാനാകില്ല. സൂര്യകുമാർ യാദവും രോഹിത് ശർമ്മയും മുംബൈ വിടുമെന്ന് ഏറെക്കുറെ ഉറപ്പായിട്ടുണ്ട്. രോഹിത് ഡൽഹിയിലും അതുപോലെ തന്നെ സൂര്യകുമാർ തന്നെ പഴയ ടീമായ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിലേക്കും എത്തും എന്നാണ് വിവരങ്ങൾ ലഭിക്കുന്നത്. സൂര്യകുമാർ യാദവാണ് നിലവിൽ ഇന്ത്യയുടെ T20 നായകൻ. എന്നാൽ മുംബൈ ഹർദിക് പാണ്ഡ്യയെ നായകനാക്കിയതിൽ സൂര്യയ്ക്കും രോഹിത്തിനുമെല്ലാം അതൃപ്തിയുണ്ട്. ഹർദിക് പാണ്ഡ്യയെ മുംബൈ നായകനാക്കിയത് രോഹിത്തിനോട് വേണ്ടത്ര ചർച്ചകൾ ഇല്ലാതെയായിരുന്നു. ഇതോടെയാണ് താരം ഇടഞ്ഞത്. KL രാഹുൽ ലക്നൗ സൂപ്പർ ജെയിൻസുമായുള്ള ബന്ധം അവസാനിപ്പിക്കുമെന്നും അറിയുന്നുണ്ട്. അവസാന സീസണിൽ തന്നെ ടീം ഉടമയുമായി രാഹുൽ ഉടക്കിയിരുന്നു. അതുകൊണ്ട് തന്നെ ഇത്തവണ രാഹുലിൻ്റെ കൂടുമാറ്റവും ഉറപ്പാണ്. കർണാടകക്കാരനായ രാഹുൽ RCBയിലേക്കാണ് പോകുന്നത് എന്നാണ് വിവരം. നേരത്തെ RCBക്കായി കളിച്ചിട്ടുള്ള രാഹുൽ നായകനായേക്കുമെന്നും വിവരങ്ങളുണ്ട്. VVS ലക്ഷ്മണെ ലക്നൗ ഉപദേഷ്ടാവിൻ്റെ റോളിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. വരുന്ന സീസണിന് മുൻപ് മെഗാ താരലേലം നടക്കുന്നുമുണ്ട്. ഇതിന് മുന്നോടിയായി BCCIയും ടീം ഉടമകളുമായുള്ള മീറ്റിംഗും നടക്കാൻ പോവുകയാണ്. ഇതിനിടയിൽ ഏറ്റവും നല്ല കളിക്കാരെ പരമാവധി ടീമുകളിൽ എത്തിക്കാനാണ് ഫ്രാഞ്ചൈസികളുടെ ശ്രമം.